മലക്കപ്പാറയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫാമിലി എല്ലാവരും കൂടിയിട്ടാണ് പോണത്. അപ്പം അങ്ങനെ പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. ഞങ്ങളങ്ങനെ വണ്ടിയെടുത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് ഞങ്ങളുടെ മുന്നിലുള്ള റോഡ്. ഇത് പാതിരപ്പള്ളി കഴിഞ്ഞ് പോവുകയാണ്. ഇവിടെ കുറേ വണ്ടികൾ പാർക്ക് ചെയ്യുന്നുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഒത്തിരി റോഡ് സൈഡിൽ കച്ചവടം നടക്കുന്നുണ്ട്. എന്തൊക്കെ തരം എന്തൊക്കെ എന്തുട്ടാ ഇതിന് ആനയുടെ ഇതുണ്ടാ ലാമിയായി കഴിക്കുന്ന സാധനം. ഇവിടെ ബ്രിഡ്ജ് ഒക്കെ ഉണ്ടല്ലോ, കുറെ നാളായി വയ്ക്കുന്നില്ല. ചാപ്പ ബ്രിഡ്ജ്. ഇത് ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റിൽ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ ഇവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം, കുഴപ്പമില്ല. ചെറിയൊരു ഹോട്ടലാണ്. ഇവിടുന്ന് താഴെ ഇറങ്ങിയാൽ കാണാൻ പലതുണ്ട്, പക്ഷേ പാസ് വേണം. താഴെ അങ്ങനെ കല്ലൊക്കെ ആയിട്ട് ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതൊരു പുഴയാണ്. അതിൻ്റെ നടുവിൽ സൈഡിലൊക്കെ ആയിട്ട് കരിങ്കല്ലാണ്. ഇതൊരു ആദിവാസി കോളനിയിലേക്കുള്ള ബോർഡാണ്. ഈ പാലത്തിൻ്റെ റൈറ്റിലേക്കാണ് പോയാൽ ഫുള്ള് കോളനിയാണ്. അവിടെ ആദിവാസികൾ. അങ്ങനെ ആനയെ കാണാൻ പറ്റി. ഇവിടെ നിന്ന് അട്ടടിച്ച് ഇത് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയ പാലമുണ്ട്. പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ്. നടുവിൽ നല്ല കളറുള്ള പാറകൾ കണ്ടോ, നല്ല രസമാണ്. പണി നടക്കുന്നുണ്ട് ഇവിടെ. അതിന് സൈഡിൽ കൈവരി കെട്ടുന്നതാണ്. കുറച്ച് വീതിയുള്ള ഭാഗമാണത്. ഇത് ഡാമാണ്. ഇതിന് താഴത്ത് ആനൊക്കെ ഇറങ്ങുന്നുണ്ടാവും, വെള്ളം കുടിക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ കണ്ടൊന്നുമില്ല കേട്ടോ. അല്ലേ 2:45 ഇരുട്ടെന്ന് പറഞ്ഞാൽ
മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മലക്കപ്പാറയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തേയിലത്തോട്ടം ആയി. ഇതാണ് തേയിലത്തോട്ടം. ഇത് ഡാമിൻ്റെ അവിടേക്കുള്ള റോഡാണ്. കണ്ടോ, ഇത് ഫുള്ള് തേയിലത്തോട്ടമാണ്. കാണാൻ നല്ല രസമാണ്. റോഡ് ഇടയ്ക്കിടയ്ക്ക് ഇടിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ട്. മഴ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നുണ്ട് അവിടെ. ഇത് അട്ട കടിച്ചാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുക അങ്ങനെ കയ്യുമ്മൽ അട്ട കടിച്ചെന്ന്. അതേ കാലുമ്മൽ കടിച്ചിട്ട് പാൻറ്റും നിന്ന് പിടിച്ചതാണ്. കണ്ടോ, ജീവനുള്ളൊരു അട്ട. അതേ കാലുമ്മ കടിച്ചിട്ട് വയ്ക്കുക ബ്ലഡ്. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ആനനെ കാണാൻ വേണ്ടി പുല്ലിലേക്ക് ഓടിയതാണ്. പക്ഷെ തിരിച്ച് കയറി വന്നപ്പോഴാണ് അട്ടനെ കണ്ടത്. ഇത് ഷോളയാർ ഡാം പാർക്കാണ്. പക്ഷെ വെള്ളമൊന്നും കാണുന്നില്ല. ഈ സമയമായത് കാരണമായിരിക്കും. കുറച്ച് വണ്ടികളുണ്ട് അതിൻ്റെ ഭാഗത്ത്. ഈ ഡാമിലേക്കുള്ള ഗേറ്റാണ് ഈ കാണുന്നത്. ബ്രെഡിൽ ആംപ്ലേറ്റ് വെച്ചതും ചായയും കുടിച്ച് തൊട്ട കടയിൽ നിന്ന് തന്നെയാണ്. ഞങ്ങളങ്ങനെ തിരിച്ചു പോരുകയാണ്. ചെറിയ ഇടുങ്ങിയ റോഡുകളാണ്. കണ്ടോ, ഒരു വണ്ടി വന്നാൽ മറ്റേ വണ്ടി നിർത്തി കൊടുക്കേണ്ടി വരും. അങ്ങനെ പോകുന്നു. ഇത്തിരി നേരം വൈകി 5 മിനിറ്റ് റോട്ടിൽ ആന ഉണ്ടായിരുന്നു എന്ന് ട്രാൻസ്പോർട്ടുകാരൻ പറഞ്ഞു. തിരിച്ചങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയായി.